കർത്താവിൻ്റെ അതിപരിശുദ്ധ നാമം ഇന്നും മഹത്വപ്പെടുമാറാകട്ടെ. എല്ലാ സഹോദരങ്ങൾക്കും വേഗം വരുന്ന യേശുക്രിസ്തുവിൻ്റെ അനുഗ്രഹീത നാമത്തിൽ വിശുദ്ധ വന്ദനത്തെ അറിയിക്കുന്നു. ജനമേ, എല്ലാ കാലത്തും യഹോവയിൽ ആശ്രയിപ്പാൻ കൊള്ളാവുന്ന ഒരു ദൈവമാണ് നമ്മളത്. യഹോവയെ നിങ്ങൾ ആശ്രയിക്കുന്നവരെ നീ ഉപേക്ഷിക്കുന്നില്ല എന്ന് മറ്റിടത്ത് വായിക്കുന്നു. ദൈവത്തിൽ ആശ്രയിക്കാൻ തയ്യാറായ നമ്മെ ഉപേക്ഷിക്കാത്ത ഒരു ദൈവം. ഒരുത്തൻ ദൈവത്തെ ആശ്രയിക്കുന്നെങ്കിൽ അവനെ അറിയുന്ന ദൈവമാണ്. ദൈവത്തെ സ്നേഹിക്കുന്നവരെ അറിയുന്ന ദൈവം നമ്മുടെ ദൈവം. വെറുതെ അല്ല നമ്മൾ ഓരോ ദിവസവും വന്നത്. നമ്മെ കർത്താവ് അറിയില്ലേ? നമ്മുടെ സങ്കടങ്ങൾ, നമ്മുടെ സംഘർഷങ്ങൾ, സന്താപങ്ങൾ, വേദനകളുടെ ഓരോ നിമിഷങ്ങളും, മറ്റുള്ളവരോട് ഷെയർ ചെയ്യാൻ കഴിയാത്ത ഒത്തിരി പ്രശ്നങ്ങളും പ്രതികൂലങ്ങളും ജീവിതത്തിൽ ആഞ്ഞടിച്ചപ്പോഴും തനിക്കുള്ളവയെ അറിയുന്ന, നടത്തേണ്ടതുപോലെ നടത്തുന്ന ഒരു ദൈവം, ഈ ദൈവമല്ലാതെ മറ്റൊരു ദൈവമില്ല. സഹോദരങ്ങളെ, അവിടുത്തെ പ്രവൃത്തികൾ തീർന്നു പോയിട്ടില്ല. അവിടുത്തെ വഴികൾ അത്യുത്തമമാണ്. മൃഗപ്രായനായ മനുഷ്യനത് അറിയാതിരിക്കുമ്പോൾ, മൂഢനത് ഗ്രഹിക്കാതിരിക്കുമ്പോൾ, ദൈവത്തിൻ്റെ പ്രവൃത്തികൾ എത്രയോ ശ്രേഷ്ഠമാണ്. യഹോവേ, നിന്റെ പ്രവൃത്തി കൊണ്ട് നീ എന്നെ സന്തോഷിപ്പിക്കുന്നുവെന്ന് മറ്റൊരിടത്ത് എഴുതിയിരിക്കുന്നു. എത്ര ശ്രേഷ്ഠമാണ് ദൈവത്തിൻ്റെ പ്രവൃത്തി. നമ്മുടെ ഓരോ അവയവങ്ങളെയും അതതിൻ്റെ രീതിയിൽ ക്രമീകരിച്ച് നടത്തുന്ന ദൈവം. ഒന്നും കുറഞ്ഞു പോകാതെ നടത്തുന്ന ദൈവം. തിരുവെഴുത്ത് പറയുന്ന പോലെ അവയിൽ ഒന്നും കുറഞ്ഞു പോകുകയില്ല. നക്ഷത്രങ്ങളെ പേര് വിളിക്കുന്ന ദൈവം. അവയിലൊന്നും കുറഞ്ഞു പോകാൻ അനുവദിക്കാത്ത ദൈവം. ഇന്ന് വരെ പ്രശ്നങ്ങളില്ലാഞ്ഞിട്ടല്ലല്ലോ, പക്ഷെ ഒന്ന് കുറഞ്ഞു പോകാൻ, തകർന്നു പോകാൻ ഇടയാക്കിയില്ലല്ലോ. സകല തകർച്ചകളിൽ നിന്നും പിടിവെച്ചില്ലേ? നിവർത്തിയില്ലേ? ലോകത്തിൻ്റെ മുമ്പിൽ അടയാളമാക്കിയില്ലേ? ലോകം നടക്കില്ല എന്ന് പറഞ്ഞെടുത്ത് ദൈവത്തിൻ്റെ മഹത്വം ഇറങ്ങിയില്ലേ? ആഴികളിൽ നിന്നും ആഴങ്ങളിൽ നിന്നും തിരികെ കയറ്റാൻ കഴിവുള്ള നമ്മുടെ ദൈവത്തെ പോലെ ശ്രേഷ്ഠനായ ദൈവമാണ്. അവരോട് പറഞ്ഞാൽ ആഴിയിൽ പാത ഒരുക്കിയ ദൈവം. അങ്ങനൊരു വഴിയില്ല എന്ന് ചിന്തിക്കുന്ന ഇടത്ത് ശ്രേഷ്ഠകരമായ വഴി തുറന്ന് ശക്തിയോടെ നമ്മൾ നടത്തിയില്ലേ? കാലുകൾ ഇടറാതെ വണ്ണം നടത്തിയ ദൈവം. ആഴിയിൽ കുതിരകളെപ്പോലെ അവരെ നടത്തിയില്ലേ? ആരെങ്കിലും കാല് കുഴഞ്ഞ് അവിടെനകത്ത് വീണോ? ഇതാ സഹോദരങ്ങളെ ദൈവത്തിൻ്റെ വഴി. വഴി ഒരുക്കുക മാത്രമല്ല, കുറവ് തീർന്ന വഴിയിലൂടെ, ശ്രേഷ്ഠകരമായ പന്ഥാവിലൂടെ നടത്തുന്ന ഉന്നതനായ ദൈവത്തിന് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ നമുക്കൊന്ന് സ്തോത്രം ചെയ്യാം. ഓവേ, നിന്റെ വിശ്വസ്തത വലുതാണ്. നിന്റെ വിശ്വസ്തത വലുതാണ്. അവിടുത്തെ പ്രവൃത്തി ശ്രേഷ്ഠമാണ്. അത് മഹത്വം ആർക്കും അവിടുന്ന് വിട്ടുകൊടുക്കില്ല. അവിടുത്തെ സ്തുതി മറ്റൊരാൾക്കുള്ളതല്ല. കാരണം ആരാധനയ്ക്കും ബഹുമാനത്തിനും പുകഴ്ചയ്ക്കും സ്തുതിക്കും യോഗ്യനാണ് നമ്മുടെ ദൈവം. അതുകൊണ്ട് കർത്താവിനെ നിയമപ്രകാരം അന്വേഷിക്കാൻ, വ്യവസ്ഥ പ്രകാരം ആരാധിക്കാൻ, യാഗപീഠം
നിയമപ്രകാരം പണിയാൻ നമുക്ക് ഈ ദിവസങ്ങളുടെ ആവണി നമ്മുടെ കർത്താവിൻ്റെ വരവ് വാതിക്കലായിരിക്കും. ആവർത്തിച്ച് എല്ലാ ദിവസവും പറയുന്നു, അവിടുത്തെ വരവിനായി നമുക്കൊരുങ്ങണം. വരുവാനുള്ളവൻ വരും, താമസിക്കും. നമ്മെ തന്നെ ഒരുക്കി അവിടുത്തെ വരവിനായി നമുക്ക് കാതോർക്കാം. അപ്പോസ്തല പ്രവൃത്തി 13 4 വാക്യം. പരിശുദ്ധാത്മാവ് അവരെ പറഞ്ഞയച്ചിട്ട് അവർ സെലൂക്കയിലേക്ക് ചെന്നു. അവിടെ നിന്ന് കപ്പൽ കയറി കുപ്രോസ് ദ്വീപിലേക്ക് പോയി. പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തികൾ ശക്തിയോടെ ആലേഖനം ചെയ്ത ഭാഗമാണ് അപ്പോസ്തല പ്രവർത്തികൾ. പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തികളാണ്. മളിക മുറിയിൽ അവർ കൂടിയിരുന്നിടത്ത് അഗ്നിജാല പോലെ പിളർന്ന നാവുകൾ പ്രത്യക്ഷമായി. എല്ലാവരുടെ മേലും ആത്മാവ് വന്നു. അവർ ഇരുന്നിടം നിറഞ്ഞു. പിന്നീട് അവർ മൂവ് ചെയ്യുകയാണ്. ഇവിടെ അന്ത്യോക്യ സഭയിൽ ബർന്നബാസ്, നീഗർ എന്നു പേരുള്ള ശിമോൻ, ലുക്യോസ്, മനായേൽ, ഷൗൽ എന്നീ പ്രവാചകന്മാരും ഉപദേഷ്ടാക്കന്മാരും അവർ കൂടിയിരുന്ന കർത്താവിനെ ആരാധിച്ച് ഉപവസിച്ച് കൊണ്ടിരിക്കുമ്പോൾ, പ്രിയരെ, ദൈവശബ്ദം കേൾക്കണമെങ്കിൽ ദൈവത്തെ ആരാധിച്ചും പ്രാർത്ഥിച്ചും ഉപവസിച്ചും കൊണ്ടിരിക്കുമ്പോൾ ദൈവത്തിൻ്റെ നിയോഗം നിങ്ങളുടെ മേൽ വെളിപ്പെടും. നിങ്ങളുടെ കുടുംബത്തിൻ്റെ മേലുള്ളത് വെളിപ്പെടും. കർത്താവുമായി ബന്ധപ്പെടാൻ സംസാരിക്കാൻ തയ്യാറാണെങ്കിൽ അവിടുത്തെ ശബ്ദം നിങ്ങളെ തിരിച്ച് കേൾപ്പിക്കും. പ്രാർത്ഥിക്കാൻ തയ്യാറാകണം, ആരാധിക്കാൻ തയ്യാറാകണം, ഉപവസിക്കാൻ തയ്യാറാകണം, കർത്താവിൻ്റെ കൂടെ വസിക്കാൻ തയ്യാറാകുമെങ്കിൽ അവിടുത്തെ ശബ്ദം തീർച്ചയായിട്ടും നമ്മളെ അറിയിക്കുന്ന നിമിഷമാണ്. ഇവർ ഇങ്ങനെ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഞാൻ ബർന്നബാസിനെയും ശൗലിനെയും വിളിച്ചിരിക്കുന്ന വേലയ്ക്കായി അവരെ വേർതിരിപ്പീനെന്ന് പരിശുദ്ധാത്മാവ് പറയുകയാണ്. ഒരു വ്യക്തി വന്ന് പറയുന്നത് പോലെ ഹോളി സ്പിരിറ്റ് പറയും. 2 വ്യക്തികളെ കണ്ടിട്ട് പറഞ്ഞു, ഞാൻ പൗലോസിനെയും ബർന്നബാസിനെയും എൻ്റെ വേലയ്ക്കായി വേർതിരിച്ചിരിക്കുന്നു. ചിലതിനെ മാറ്റി നിർത്താൻ, ചിലതിനെ പുറത്തു കൊണ്ടുവരാൻ, ചിലതിലൂടെ ദൈവപ്രവൃത്തി വെളിപ്പെടുത്താൻ, അതിൻ്റെ ഇടയിൽ നിന്ന് പരിശുദ്ധാത്മാവ് സെലക്ട് ചെയ്യും. പരിശുദ്ധാത്മാവിന് കീഴ്പ്പെടാൻ തയ്യാറാകുമെങ്കിൽ, സ്വന്തം ബുദ്ധിയും കണക്കൂട്ടലുകളും മാറ്റിവെക്കാൻ ഇന്ന് പ്രഭാതത്തിൽ തയ്യാറാകുമെങ്കിൽ, നിങ്ങളുടെ പേരും നിങ്ങളുടെ ജനറേഷൻ്റെ പേരും നിങ്ങൾ ചെയ്യേണ്ട വിഷയത്തിന്മേലും ആലോചന പറഞ്ഞു തന്ന ഒരു വ്യക്തി സംസാരിക്കുന്നത് പോലെ ദൈവാത്മാവ് സംസാരിച്ച ചില സ്റ്റെപ്പുകൾ എടുപ്പിക്കാൻ അവിടുത്തേക്ക് നിയോഗമുണ്ട്. എത്ര പേർ എത്തിച്ചു കൊടുക്കും? ഞങ്ങൾ ഇതിനകത്ത് എന്ത് ചെയ്യണം? ഞങ്ങൾ എങ്ങനെ മൂവ് ചെയ്യണം? ഞങ്ങളിവിടെ നിൽക്കണമോ? ഞങ്ങളുടെ തലമുറയുടെ ഭാവി, അവരുടെ കെട്ടുപണികൾ, ഇപ്പോൾ നിങ്ങൾ ചെയ്യുന്ന വിഷയങ്ങൾ, ഇത് അവിടുത്തെ മുമ്പാകെ ഒന്ന് കൊടുക്കൂ. സ്വന്തം ഇഷ്ടത്തിലും സ്വന്തം വിവേകത്തിലും ഊന്നരുത്. അങ്ങനെ കൊടുക്കാൻ തയ്യാറായാൽ നിങ്ങൾ ചിന്തിക്കാത്ത സ്ഥലത്തിൽ ദൈവാത്മാവ് നിങ്ങളോട് സംസാരിക്കും. പരിശുദ്ധാത്മാവ് നിങ്ങളെ ടച്ച് ചെയ്യും. അവിടുത്തെ ശബ്ദത്തിൻ്റെ ശക്തിയാൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റാത്തത് നിങ്ങൾക്ക് മുമ്പായി ചെന്ന പരിശുദ്ധാത്മാവ് ചെയ്യിപ്പിക്കും. സ്തോത്രം. നോക്കൂ, അങ്ങനെ അവർ ഉപവസിച്ച് പ്രാർത്ഥിച്ച് അവർ മേൽ കൈവച്ചവരെ പറഞ്ഞയക്കുക. സഭ ഉപവസിച്ച് പ്രാർത്ഥിച്ച ദൈവനിയോഗത്തിന് കീഴ്പ്പെട്ടു. മനുഷ്യ ബുദ്ധി കലർത്തിയില്ല. എങ്ങനെ സംസാരിക്കുമോ? ഇവരെ മാത്രം വേർതിരിക്കാനുള്ളോ? അല്ല, ഇവിടെ ഇപ്പോൾ ഇത് സംഭവിക്കുമോ? ഇപ്പോൾ വിടണമോ? ഇപ്പോൾ ഇങ്ങനെ സ്റ്റെപ്പ് എടുക്കണം? നമ്മൾ ഒത്തിരി ചോദ്യങ്ങൾ ചോദിക്കില്ലേ? യഥാർത്ഥത്തിൽ നമ്മുടെ അവിശ്വാസങ്ങളും സംശയങ്ങളും ദൈവത്തിൻ്റെ പ്രവർത്തികളെ പലപ്പോഴും തടസ്സപ്പെടുത്തിയെന്ന് ഇന്ന് പ്രഭാതത്തിൽ എത്ര പേർ തിരിച്ചറിയും? പറയപ്പച്ച, അങ്ങയുടെ ശബ്ദം കേട്ട് അതിനനുസരിച്ച് മൂവ് ചെയ്യാൻ ഞങ്ങൾ തയ്യാറാണ്. നമ്മുടെ കുറിവാക്യം
പരിശുദ്ധാത്മാവ് അവരെ പറഞ്ഞയച്ചിട്ട്. കണ്ടോ? ഒരു വ്യക്തി പറഞ്ഞു വിടുന്നത് പോലെ വഴി പറഞ്ഞു കൊടുത്ത്, റൂട്ട് പറഞ്ഞു കൊടുത്ത്, ഇന്നത് ചെയ്യണം, ഇന്നടത്ത് എത്തിക്കണമെന്ന് പരിശുദ്ധാത്മാവ് പറഞ്ഞയച്ചു. പരിശുദ്ധാത്മാവ് പറഞ്ഞയച്ചാൽ, പരിശുദ്ധാത്മാവ് തുറന്നാൽ, പരിശുദ്ധാത്മാവ് പോകാൻ പറഞ്ഞാൽ, പരിശുദ്ധാത്മാവ് അതിന് കൈകൊടുക്കാൻ പറഞ്ഞാൽ നീ പരാജയപ്പെടില്ല. പരിശുദ്ധാത്മാവ് ഭംഗിയായിട്ടേ ചെയ്യുള്ളൂ. പല പരാജയങ്ങളും ഇന്ന് പകൽ മാറണമോ? പരിശുദ്ധാത്മാവ് പറഞ്ഞയക്കാൻ, പരിശുദ്ധാത്മ ശബ്ദം കേൾക്കാൻ. നിങ്ങളുടെ കുടുംബത്തിൽ തലമുറകളിൽ ദൈവസഭകൾ അഭിഷിക്തന്മാരെ ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ ശബ്ദം കേട്ട് മുൻപോട്ട് പോകാൻ തയ്യാറായാൽ നിങ്ങൾ ചിന്തിക്കാത്ത തലത്തിൽ ദൈവത്തിൻ്റെ പ്രവൃത്തി വെളിപ്പെടും. സ്തോത്രം ചെയ്യാൻ തയ്യാറുണ്ടോ? പരിശുദ്ധാത്മാവരെ പറഞ്ഞയച്ചിട്ട് അവർ സെലൂക്കിയിലേക്ക് ചെന്നു. അവിടെ നിന്ന് കപ്പൽ കയറി കുപ്രോസ് ദ്വീപിലേക്ക് പോയി. ഞാൻ ആ ഭാഗം വിവരിക്കാൻ തയ്യാറാകും. പരിശുദ്ധാത്മാവ് പറഞ്ഞയച്ചാൽ ഇടം അവിടുന്ന് വെളിപ്പെടുത്തും. പത്രോസ് ഇന്നയിടത്ത് തോൽപ്പണിക്കാരനായ ശിമോന്റെ വീട്ടിലിരിക്കുന്നു, ഇന്നിടത്താണ് വീടെന്ന് പരിശുദ്ധാത്മാവ് കൊർന്നല്യോസിന് വെളിപ്പെടുത്തി കൊടുത്തില്ലേ? അഡ്രസ് വരെ ഹോളി സ്പിരിറ്റ് വെളിപ്പെടുത്തും. ഇന്നിടത്ത് പാർക്കുന്നു, ഇന്ന വീട്ടിൽ പാർക്കുന്നു. പരിശുദ്ധാത്മാവിന് ആര് കീഴ്പ്പെടുന്നോ, നിങ്ങളുടെ വിഷയം ഇന്ന് പകൽ സങ്കീർണമായത്, സാധ്യതയില്ലാത്തത്, എന്ത് ചെയ്യുമെന്നറിയാൻ നിരാശപ്പെടുന്നത്, ഇവിടെ കഴിയുമോ എന്ന് നിങ്ങൾ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് പരിശുദ്ധാത്മാവ് ചിലത് ചെയ്യാൻ ആഗ്രഹിക്കുന്നു. ഏൽപ്പിച്ചു കൊടുക്കാമോ? യേശുവിൻ്റെ നാമത്തിൽ പരിശുദ്ധാത്മാവ് എത്തിക്കേണ്ടടുത്ത് എത്തിക്കും, ചെയ്യേണ്ടത് ചെയ്യും, യോജിപ്പിക്കേണ്ടതിനെ യോജിപ്പിക്കും, വിളിച്ചു വരുത്തേണ്ടതിനെ വിളിച്ചു വരുത്തും. ചിതറിപ്പോയ അസ്ഥികളെ ജീവിപ്പിക്കും, ഒരു സൈന്യമാക്കി മാറ്റും. സാധ്യതകളില്ലാത്തതിനെ, യോജിക്കാൻ കഴിയാത്തതിനെ, ചിതറിപ്പോയതിനെ, ബന്ധമില്ലാത്തതിനെ ഇന്ന് പോലെ ആത്മാവ് കൂട്ടിച്ചേർക്കാൻ പോവുകയാണ്. യേശുവിൻ്റെ നാമത്തിൽ നിങ്ങളുടെ തലമുറകളെ ദൈവം ഒരു സൈന്യമായിട്ട് എഴുന്നേൽപ്പിച്ച് നിർത്തും. ഡെഡായിപ്പോയ വാഗ്ദത്തങ്ങളെ ഹോളി സ്പിരിറ്റ് പറഞ്ഞയച്ചാൽ അസാധ്യങ്ങളിലൂടെ അതിനെ സാധ്യമാക്കി പുറത്തു കൊണ്ടുവരും. എല്ലാവരും ഒരു നിമിഷം ഒന്ന് സ്തോത്രം ചെയ്തിട്ട് പറ, കർത്താവേ, അങ്ങയുടെ ആത്മാവ് ഞങ്ങളെ ഗൈഡ് ചെയ്യണമേ. ഞങ്ങളുടെ ഇഷ്ടത്തിന് ഒരു സ്റ്റെപ്പ് വേണ്ട. പരിശുദ്ധാത്മാവ് ഞങ്ങളെ പറഞ്ഞയക്കണമേ. പരിശുദ്ധാത്മാവ് അവിടെ ചെന്ന് സംസാരിക്കണമേ. പരിശുദ്ധാത്മാവ് തുറക്കണമേ. അവിടുത്തെ ആത്മാവ് ചെയ്യേണ്ടതുപോലെ ചെയ്യാൻ ഞങ്ങൾ ഇന്ന് പകൽ അവിടുത്തെ സന്നിധി സമർപ്പിക്കുന്നു. ഒന്നേൽപ്പിച്ചു കൊടുക്കൂ. അവിടുത്തെ ആത്മാവ് നിങ്ങളുടെ ശരീരത്തെ ടച്ച് ചെയ്യാൻ പോവുക. ഡോക്ടേഴ്സിൻ്റെ കാര്യമല്ല, ആത്മാവ് ചെന്നാൽ ശസ്ത്രക്രിയ കൂടാതെ വിടുവിക്കുന്ന, സൗഖ്യമാക്കുന്ന, ബലം കൽപ്പിക്കുന്ന, അസ്ഥികളെ ബലപ്പെടുത്തുന്ന, നാഡീനരമ്പുകളിലേക്ക് ഇറങ്ങുന്ന ദൈവ സാന്നിധ്യം ഇന്ന് പകൽ വ്യാപരിക്കുക. നാളുകൾ പരാജയപ്പെട്ട വിഷയത്തിന്മേൽ ആത്മാവ് ചിലത് ചെയ്യാൻ പോകുന്നതിന് സ്തോത്രം. പരിശുദ്ധാത്മാവേ, അവിടുത്തെ പ്രവർത്തിക്കായി ഇന്ന് പകൽ എത്ര പേർ താല്പര്യപ്പെടുന്നു. യേശുവിൻ്റെ നാമത്തിൽ പിതാവേ, ജനം സ്വതന്ത്രരാകട്ടെ. അവിടുത്തെ മഹത്വം ഇറങ്ങട്ടെ, അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ. ദൈവകൃപയിൽ മറയ്ക്കും യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. ക്രിസ്തുവാത്സല്യ സഹോദരങ്ങളെ, ധൈര്യത്തോടെ മൂവ് ചെയ്യൂ. പരിശുദ്ധാത്മാവ് പറഞ്ഞയക്കട്ടെ. അവിടുത്തെ ശബ്ദത്തിന് കാതോർക്കൂ. വൻ കാര്യങ്ങൾ പ്രതീക്ഷിക്കൂ. ഈ വചനങ്ങൾ അവരോട് സഹായിക്കട്ടെ. ക്രിസ്തുവിൻ നിങ്ങളുടെ സഹോദരൻ പാസ്റ്റർ ബിജു മാത്യു.